എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ബാസ്കിൻ റോബിൻസിലെ പ്രലൈൻ എന്ന് പറഞ്ഞ ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് എൻ്റെ പിള്ളേരൊക്കെ ഇവിടെ കഴിച്ച് വളരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പണ്ട് കിട്ടിയിരുന്ന ഈ ബട്ടർസ്കോച്ച് ഐസ്ക്രീം അടിപൊളിയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഫേവററ്റ് ആയിരുന്നു ഈ ബട്ടർസ്കോച്ച് ഐസ്ക്രീം. അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതിനായി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നോക്കാം. പ്രലൈനിന് വേണ്ട ഇൻഗ്രീഡിയൻസും ഐസ്ക്രീമിന് വേണ്ട ഇൻഗ്രീഡിയൻസും ഒരു പ്രീ പ്രിപ്പറേഷനും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പ്രീ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ 1/2 കപ്പ് പാലിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സാഫ്രോണും കുറച്ച് ടെർമറിക് പൗഡർ, ഒരു പിഞ്ച് ഓഫ് ടെർമറിക് പൗഡറും കൂടി നമ്മൾ ആഡ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മെൽറ്റാക്കി എടുക്കണം. ഏകദേശം കാരമലൈസ് ആയി കിട്ടണം. അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഏകദേശം നല്ലോണം മെൽറ്റായി വരണം. ഈ മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഉടനെ തന്നെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ഫ്രോത്തി ആയിട്ട് വരും, പത പോലെ വരും. പിന്നെ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നട്ട്സ് പൊടിച്ചത് കൂടുതൽ പൗഡറിയായി, ഇത്രയും പൊടിയാവണമെന്നില്ല. ഈ നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അധികം നേരം വന്നിട്ട് ഫ്ലെയിമിൽ ഇളക്കാൻ പാടില്ല. ഉടനെ തന്നെ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്ത് ഈ ഒരു മിക്സ്ചർ നമ്മൾ ഒരു ഗ്രീസ് ചെയ്ത പാനിലേക്കോ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പറിലേക്കോ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇത് കൂളാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലോണം നമുക്ക് കട്ട് ചെയ്തിട്ട് കിട്ടും. എന്നിട്ട് വേറൊരു പാർച്ച്മെൻറ്റ് പേപ്പർ ഇതിൻ്റെ മീതെ വെച്ച് ഒരു ചപ്പാത്തിയുടെ വടി വെച്ചിട്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ അത് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഐസ്ക്രീമിൽ ഇടണമെന്നില്ല, ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റി ഇട്ടാൽ മതി. ബാക്കി നമുക്ക് ചോക്ലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്യാൻഡി ആയിട്ടൊക്കെ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാം. അതല്ലെങ്കിൽ വേറൊരു ദിവസം നമുക്ക് ബട്ടർസ്കോച്ച് ഐസ്ക്രീം ഉണ്ടാക്കാനാക്കി മാറ്റി വയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കുറച്ചും കൂടി പൊടിയാവണം കേട്ടോ. ഇനി നമ്മൾ നല്ലോണം തണുപ്പിച്ച ഒരു ബൗളും ബീറ്ററും ഫ്രഷ് ക്രീമും എടുക്കുകയാണ്. എന്നിട്ട് ഈ ബൗളിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം നമ്മൾ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം തിക്കനായി വരണം, കുറച്ച് ഫ്ലഫി ഒക്കെ ആയിട്ട് വരണം. നല്ലോണം നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് സ്പീഡിൽ, പിന്നെ സ്പീഡ് കൂട്ടുക. അങ്ങനെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ആണ് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഫ്ലഫി ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി പാൽപ്പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ പാലിൻ്റെ മിക്സ്ചറും സാഫ്രോണും ടെർമറിക് പൗഡറും കൂടി ആഡ് ചെയ്ത പാലാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ടെർമറിക് പൗഡർ ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ ഇതിന് റിപ്ലേസ്മെൻ്റ് ആയിട്ട് ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് ഉപയോഗിക്കാം. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ബട്ടർസ്കോച്ച് എസൻസ് ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാനിതുപോലെ സാഫ്രോണിൻ്റെ മിൽക്ക് പോലെ ഉണ്ടാക്കിയത്. അപ്പോൾ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്രലൈൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ആ പ്രലൈനും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ബീറ്റർ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തു, പിന്നെ ഞാൻ കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഇത് നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഈ ഐസ്ക്രീമിനൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണം. നമ്മൾ കുറച്ച് നേരം റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് എടുത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഞാനിത് ഒരു 3 മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെച്ചു. അതായത് ഫ്രീസറിലാണ് കേട്ടോ വയ്ക്കുന്നത്. ഒരു 3 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കും. ഇനി നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ സെയിം ബൗളിൽ തന്നെ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇതുപോലെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്തത്.
പിന്നെ ചെയ്തപ്പോൾ ഞാൻ ആ സെയിം ബൗളിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ ഓവർനൈറ്റാണ് വെക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 12 മണിക്കൂർ വെച്ചു കേട്ടോ. രാത്രിയാണ് ഉണ്ടാക്കി. പിറ്റേ ദിവസം ഒരു ഉച്ച ആയപ്പോഴാണ് നമ്മൾ എടുത്തത്. അപ്പം അതൊക്കെ നമ്മളിതുപോലെ എടുക്കുക. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു ബട്ടർസ്കോച്ച് ഐസ്ക്രീമിൻ്റെ അതേ രുചി തന്നെയായിരുന്നു. ആ ക്രഞ്ചി ആയിട്ടുള്ള ബട്ടർസ്കോച്ചൊക്കെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമ്മളിവിടെ എല്ലാ ഐസ്ക്രീമും ഏകദേശം എടുത്തു വെച്ചു. അപ്പോൾ ടെർമറിക് പൗഡറിൻ്റെ ഫ്ലേവർ കൂടാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ബട്ടർസ്കോച്ചിൻ്റെ ആ പ്രലൈൻ മിക്സ് കുറച്ചും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. അടിപൊളി ബട്ടർസ്കോച്ച് ഐസ്ക്രീമാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.